വിനോദോപാധികൾക്കായി പുരാതന വാസ്തുശില്പ ഭംഗിയോടെ റോമാ സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്ത് നിലവിലിരുന്ന ഒരു വലിയ തിയേറ്ററാണ് കൊളോസിയം എന്നറിയപ്പെടുന്ന ഫ്ലാവിയൻ ആംഫി തിയേറ്റർ. ഇത് പുരാതന റോമിലെ ഏറ്റവും വലിയ ഉല്ലാസ കേന്ദ്രമായിരുന്നു. AD 72 വെസ്പാനിയൻ ചക്രവർത്തി തുടങ്ങിവെച്ച നിർമ്മാണം അദ്ദേഹത്തിന്റെ പുത്രൻ ടൈറ്റസ് AD 80 പൂർത്തിയാക്കി. പിന്നീട് ഡൊമിനീഷ്യൻ ചക്രവർത്തിയുടെ കാലത്ത് കുറേയേറെ മിനുക്കുപണികളും നടത്തി. റോമിലെ പ്രൊഫഷണൽ ശില്പകാരന്മാർ, ചിത്രകാരന്മാർ, നിർമ്മാതാക്കൾ, എഞ്ചിനീയർമാർ എന്നിവർ ഉൾപ്പെട്ട ഒരു വലിയ ടീമാണ് ഇത് നിർമ്മിച്ചത്. ചുണ്ണാമ്പുകല്ല്, അഗ്നിപർവ്വത പാറ, മോർട്ടാർ, കടുപ്പമേറിയ കരിങ്കല്ല്, വലിയ മാർബിൾ ശിലകൾ, സിമന്റ് എന്നിവ ഇതിന്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നു. 65,000-ൽ പരം കാണികളെ ഒരേ സമയം ഉൾക്കൊള്ളാനാകുന്ന സൗകര്യം ഈ തിയേറ്ററിനുണ്ടായിരുന്നു. 50 മീറ്ററോളം ഉയരവും 188 മീറ്റർ നീളവും 156 മീറ്റർ വീതിയുമുള്ള വൃത്താകൃതിയിലുള്ള ഒരു വമ്പൻ സ്റ്റേഡിയമാണിത്. 3 നിലകളിലായി 240ഓളം വാതിലുകൾ. നടുഭാഗത്ത് വേദിയും ചുറ്റിലും ഇരിപ്പിടങ്ങളുമുള്ള ഈ തിയേറ്ററിന് മേൽക്കൂരയില്ല. മല്ലയുദ്ധങ്ങൾക്ക് യോജിച്ച രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഇതിലെ ഗ്യാലറിയുടെ ഏറ്റവും പിറകിൽ സാധാരണക്കാർക്കും, അതിനു മുൻപിൽ പൗരപ്രമാണിമാർക്കും, ഏറ്റവും മുകളിൽ ഭരണാധിപന്മാർക്കുമായി ഇരിപ്പിടങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. നാടകങ്ങൾക്കും മറ്റ് വിനോദ പരിപാടികൾക്കുമായി നിർമ്മിച്ച ഈ കൊളോസിയം ക്രമേണ പ്രഭുക്കന്മാർ, ചക്രവർത്തിമാർ എന്നിവരുടെ ക്രൂര വിനോദങ്ങൾക്കുള്ള ഒരു വേദിയായി മാറി. എണ്ണമറ്റ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും രക്തക്കറ പുരണ്ട ചാവുനിലം. റോമിലെ ഭരണാധിപനായിരുന്ന നീറോയുടെ ഭീമാകാരമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് കൊളോസിയം പണിതുയർത്തിയിരിക്കുന്നത്. കൊളോസിയം എന്ന വാക്കിനർത്ഥം ഭീമാകാരം എന്നതാണ്. പേരിന് യോജിച്ച രീതിയിൽ തന്നെ കൊളോസിയം നിലകൊള്ളുന്നു. സ്റ്റേഡിയത്തിന് നടുവിലായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് അടിമകളും മറ്റു കുറ്റവാളികളും സിംഹം, കടുവ, പുലി തുടങ്ങിയ ജന്തുക്കളുമൊത്ത് ഏറ്റുമുട്ടും. ശക്തന്മാരായ മല്ലന്മാർ ചിലപ്പോൾ മണിക്കൂറുകളോളം പോരാടും. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ഇക്കൂട്ടത്തിലുണ്ടാവും. ആയിരക്കണക്കിന് അടിമകൾ ഇങ്ങനെ ദിവസേന മരിക്കുന്നു. വിജയിക്കുന്നവർക്ക് രാജകീയ സ്വീകരണം നൽകി ആദരിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും സൈന്യത്തിൽ ചേർക്കുകയും ചെയ്തിരുന്നു. രംഗസജ്ജീകരണങ്ങൾ യഥാർത്ഥമായി തോന്നുവാൻ വൻ വൃക്ഷങ്ങൾ പിഴുതെടുത്ത് കൊളോസിയത്തിൽ നട്ട് ഘോരവനത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്നു. കൊളോസിയത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ 123 ദിവസത്തെ ആഘോഷ പരിപാടികൾ ചരിത്രപ്രസിദ്ധമാണ്. ഈ ദിവസങ്ങളിൽ 9,000 മൃഗങ്ങളും ഒട്ടേറെ മനുഷ്യരും കൊളോസിയത്തിൽ പിടഞ്ഞു മരിച്ചു. മതപീഡനകാലത്ത് ക്രൈസ്തവരെ വന്യമൃഗങ്ങൾക്കിരയായി നൽകിയിരുന്നു. അവരെ സ്റ്റേജിന്റെ നടുവിൽ നിർത്തി സിംഹത്തിന്റെയും കടുവയുടെയും കൂടുകൾ തുറന്നുവിടും. നിമിഷനേരം കൊണ്ട് അവ മനുഷ്യരുടെ പച്ചമാംസം ഭക്ഷണമാക്കും. മൃഗങ്ങൾ മനുഷ്യരെ കടിച്ചു കീറി കൊലപ്പെടുത്തുന്നത് കണ്ട് രസിച്ച് ആനന്ദിക്കുവാൻ 10,000-കണക്കിന് ആളുകൾ കൊളോസിയത്തിൽ തിങ്ങി നിറയും. ക്രിസ്തുവർഷം 399 കൊറോണിയോസ് ചക്രവർത്തി ഗ്ലാഡിയേറ്റർ വിനോദങ്ങൾ നിർത്തലാക്കുവാൻ ശ്രമം ആരംഭിച്ചു. AD 404 ഇത് പൂർണ്ണമായും നിർത്തൽ ചെയ്തു. വൻപിച്ച ജനാവലിയുടെ മുൻപിൽ അടിമകളെയും കുറ്റവാളികളെയും തമ്മിൽ പൊരുതിച്ച് നടത്തിയിരുന്ന ഈ ക്രൂരവിനോദം കണ്ടുരസിക്കുവാൻ ആവേശത്തോടെ മുൻനിരയിൽ ഇരിപ്പിടങ്ങൾ സ്വന്തമാക്കിയവർക്ക് നിരാശ പകർന്നുകൊണ്ട് 1948 ഇറ്റലിയിൽ വധശിക്ഷ നിർത്തൽ ചെയ്തു. ഇതിന്റെ പ്രതീകമായി കൊളോസിയം നിലകൊള്ളുന്നു. വധശിക്ഷ നിർത്തലാക്കാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ടെലിമാക്കസ് എന്നൊരു സന്യാസി കൊളോസിയത്തിൽ അരങ്ങേറിയ ഈ കാഴ്ച കണ്ട് സഹികെട്ട് അങ്കത്തട്ടിലേക്ക് പാഞ്ഞുവന്ന് പൊരുതിക്കൊണ്ടിരിക്കുന്നവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അക്രമാസക്തരായ കാണികൾ ടെലിമാക്കസിനെ കല്ലെറിഞ്ഞു കൊന്നു. ഈ രംഗം നേരിൽ കണ്ട ചക്രവർത്തി കൊറോണിയോസ് അന്ന് തന്നെ മല്ലയുദ്ധം നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുകയും ക്രൂരവിനോദങ്ങൾ ഇനിമേൽ പാടില്ലെന്ന് വിളംബരം ചെയ്യുകയും ചെയ്തു. ആദിമ ക്രിസ്ത്യാനികൾ രക്തസാക്ഷിത്വം വരിച്ച പുണ്യസ്ഥലമായി കൊളോസിയത്തെ ബെനഡിക്ട് 16 മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുണ്ട്. റോമൻ കത്തോലിക്ക സഭയുമായി ഇതിന് ബന്ധമുള്ളതിനാൽ ദുഃഖവെള്ളിയാഴ്ചകളിൽ കൊളോസിയത്തിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ മാർപ്പാപ്പ നയിക്കുന്ന കുരിശിന്റെ വഴി നടത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായ ഈ സ്ഥലത്ത് വർഷം 75 ലക്ഷം സന്ദർശകർ വന്നു പോകുന്നുണ്ട്. 5 സെന്റ് യൂറോ നാണയത്തിന്റെ മൂല്യമുള്ള ഇറ്റാലിയൻ നാണയത്തിൽ
കൊളോസിയം ചിത്രീകരിച്ചിട്ടുണ്ട്. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നായി ഇതിനെ അംഗീകരിച്ചിരുന്നു. നരഹത്യകളുടെ ഗന്ധം മാറാത്ത അവസാനമില്ലാത്ത ഓർമ്മകളുമായി കൊളോസിയത്തിന്റെ അവശിഷ്ടങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. ഈ ചാവുനിലത്തിലെ ഓരോ മണൽത്തെരിക്കും ശാപം പേറിയ നിരവധി കഥകൾ പറയുവാനുണ്ടാകും. 2000 പുറത്തിറങ്ങിയ ഗ്ലാഡിയേറ്റർ എന്ന സിനിമയിൽ ഇതിന്റെ ഭീകരമായ അവസ്ഥ ചിത്രീകരിച്ചിട്ടുണ്ട്.